ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ദ ഹിസ്റ്റോറിക്കൽ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം ഇൻ എറണാകുളം, കൊച്ചി. സൂപ്പർ ലീഗ് കേരള മാച്ച് നമ്പർ 9 ഫോർസ കൊച്ചി FC നേരിടുന്നു കണ്ണൂർ വാരിയേഴ്സ് FCയെ. ഫോർസ കൊച്ചിയുടെ സീസണിലെ ആദ്യ ഹോം മത്സരമാണ് ഇന്ന് എറണാകുളത്തെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത്. സോ കളി ആരംഭിക്കുകയാണ്. കൊച്ചി മൈതാനത്ത്, മഹാരാജാസ് കോളേജ് മൈതാനത്ത് കളി ആരംഭിക്കുന്നു. ആദ്യ മത്സരത്തിൽ ഗോൾ നേടിയ താരം ടി ഷിജിൻ, റൈറ്റ് വിങ്ങിലൂടെ ടി ഷിജിന്റെ ക്രോസ്. കരീം അവിടെ വെയിറ്റ് ചെയ്യുന്ന ക്രോസിന് വേണ്ടി, പക്ഷേ ഡിഫൻസ് വളരെ കൃത്യമായി ഇടപെടുന്നു. ടൈം ലൈൻ റിസപ്ഷൻ ബൈ ദ ഡിഫൻഡർ. വീണ്ടും ഷോട്ട് കോർണർ, ബോക്സിനകത്തേക്ക് ഒരു പന്താണോ, ബ്രില്യന്റ് അറ്റംപ്റ്റ്. നല്ല പാസിംഗ് ആയിരുന്നു. ആ ഷോട്ട് കോർണറാക്കി എടുത്ത് പന്ത് ലൗസാംബയ്ക്ക് നൽകുന്ന. ലൗസാംബയാണ് തന്റെ വലത് കാല് കൊണ്ട് പന്തിനെ ഫസ്റ്റ് ടൈം പോസ്റ്റിലേക്ക് തിരിച്ചു വിടാൻ ശ്രമിക്കുന്നത്. മുഷറഫ്, അതുപോലെ തന്നെ ഗുഡ് ട്രൈ, നല്ല ട്രൈ തന്നെയാണ്. ബിക്കോസ് പന്തുമായി ഇൻസൈഡിലേക്ക് പോയി ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ then the next thing is ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ഇത്തവണ. യെല്ലോ കാർഡ്, അതൊരു ഹെവി ഫൗൾ തന്നെയാണ്, ഹെവി ചാലഞ്ച് ആണ്. കണ്ണൂർ വാരിയേഴ്സിന്റെ ജേഴ്സി നമ്പർ 19 മോൻ ഗാർസിയ. ഇറ്റ്സ് എ ത്രൂ ബോൾ ഇൻ. ഉബൈദിന്റെ മികച്ച ഗോൾ കീപ്പിംഗ് ആണ്. കാരണം ആ സംഗീത് എത്തുന്നതിന് മുമ്പ് ഉബൈദ് അവിടെ എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു മിടുക്ക്. ആ ഫാർ പോസ്റ്റിൽ അത് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നു. വീണ്ടും പെനാൽറ്റി ബോക്സിനകത്തേക്ക് 4 കണ്ണൂർ താരങ്ങൾ. പക്ഷേ വിസിൽ ഓഫ് സൈഡ് കാലുകളിലേക്കാണ്. വീണ്ടും ഒരു കണ്ണൂർ മൂവ് ആയിട്ട് മാറുന്നു. ബ്രില്യന്റ് പാസിംഗ്, ബ്രില്യന്റ്. നൗ ഔട്ട്സൈഡ് ദ ബോക്സ്, ലോങ് റേഞ്ച് അറ്റാക്ക്. വീണ്ടും നിരാശപ്പെട്ട ഇത്തവണ സന്ദീപാണ് ജേഴ്സി നമ്പർ 99. 48ാമത്തെ മിനിറ്റാണ് ഇഞ്ചുറി ടൈമിലെ ലാസ്റ്റ് മിനിറ്റ്, മേ ബി ദ ലാസ്റ്റ് ആക്ഷൻ. കണ്ണൂർ കോർണർ, ഫ്ലിക്കിംഗ് ഹെഡറിന് ശ്രമിക്കുകയാണ്. ചാൻസ്. ആ ബ്ലോക്ക്, വെൽ ബ്ലോക്ക്. ഷെയ്സയുടെ ബ്ലോക്കാണ്, പ്രോപ്പർ ബ്ലോക്കാണ്. ബോക്സിന്റെ എഡ്ജിൽ നിന്ന് ഉള്ള അടിയായിരുന്നു. റൈറ്റ് ഫുട്ടർ പക്ഷേ ബ്ലോക്ക് ചെയ്യുന്നു. സോ കണ്ണൂരിന് അനുകൂലമായി ലഭിച്ച ആ കോർണർ, ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ട് മുൻപ് ലഭിച്ച കോർണറും ഫലവത്താകുന്നില്ല. കളി ഗോൾ രഹിത സമനിലയിൽ ആദ്യ പകുതി അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് പിരിയുകയാണ്. കൊച്ചി അവർക്ക് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്, മത്സരം ജയിക്കേണ്ടതുണ്ട്. ദേ ഹാവ് ടു ഗാർഡ് ഇഫ് ദേ വാണ്ട് ടു ഗാർഡ് ദെയർ കോസ്റ്റ്. ഒരു ഗോൾ അടിച്ച് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടിയിരിക്കുന്നു. തൊണ്ണൂറിന്റെ മുന്നേറ്റത്തോടു കൂടിയാണ് രണ്ടാം പകുതിക്ക് തുടക്കമാകുന്നത്. ഒരു ക്ലിയറൻസ് പന്ത്. സന്ദീപ് അത് മുന്നിലേക്ക് കളിക്കുകയാണ്. അർജുൻ ആൻഡ് ഒരു ക്രോസ് വരുന്നു വലത് വിങ്ങിൽ നിന്നും. കോർണർ, നല്ലൊരു കോർണറോ, ഡേഞ്ചർ. അതെനിക്ക് തോന്നുന്നു ഒരു ഫോർസ കൊച്ചി FC താരത്തിന്റെ തലയിൽ തട്ടിയാണ് ആ പന്ത് ഗോൾ കീപ്പറിലേക്ക് പോകുന്നെന്ന് തോന്നുന്നു. ഫോർസ കൊച്ചിയുടെ മൂവാണ്. സെന്ററിൽ പന്തുമായി സുസൈരാജ്. സുസൈന് മനോജ് വന്നു, ഒബ്സ്ട്രക്ഷൻ ബ്ലോക്ക് ഇടുന്നു. അതിന് ഫൗൾ വിളിക്കുന്നു ഫോർസയ്ക്ക് അനുകൂലമായി. സുസൈയുടെ ഒരു ഒറ്റയ്ക്കുള്ള മുന്നേറ്റമാണ്. ഫോർസയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക്, നല്ലൊരു ഫ്രീ കിക്ക് തന്നെയാണ്. പക്ഷേ അവിടെയും കാണാം ഡിഫെൻസീവ് എഫർട്ടിനാണ് ആ മാർക്ക്. ഡിഫൻഡർ ആ ചാലഞ്ച് കൊടുക്കുന്നതുകൊണ്ടാണ് അറ്റാക്കർക്ക് ആ പന്തിലേക്ക് വന്ന് ഫ്രീ ആയിട്ട് കെട്ടിയാണത്. ഐ തിങ്ക് ലൂയിസ് റോഡ്രിഗസ് വാസ് ദേ. ഫോർസ കൊച്ചി FCയുടെ ഫാൻസ് ആണ്. നമ്മൾ കാലിക്കറ്റിലും കണ്ടിരുന്നു. ഗാലറി എരമ്പി മറിച്ചത് ഫോർസ കൊച്ചി ഫാൻസ് കൂടിയായിരുന്നു. ഇവിടെ കരീമിന് വാസ്തവത്തിൽ ഒരു 1-on-1 ചാൻസ് ആണ്. അവിടെയാണ് കരീം ഒരു ഫോറിൻ പ്ലെയറുടെ സ്കില്ല് കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. നൗ എബിൻ, കണ്ണൂരിന് വേണ്ടി എബിൻ ദാസ്. എബിന്റെ ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആണ്, അതാണ് അങ്ങനെ പോകുന്നത്. എനിവേ ത്രോ ഇൻ ലഭിക്കുന്നു കണ്ണൂരിന് അനുകൂലമായി. കണ്ണൂർ കൂടുതൽ ഭീഷണി ഉയർത്തുന്നു. 3 മാറ്റങ്ങൾ. ഇത്തവണ വലതു വിങ്ങിൽ നിന്നും എബിൻ ദാസിന്റെ ഒരു മിന്നുന്ന ക്രോസ്. എബിന്റെ കസിൻ ബ്രദർ കൂടിയായ ഷിജിനാണ് ഫാർ പോസ്റ്റ് വന്നത് ഹെഡ് ചെയ്യുന്നത്. ഗോൾ കീപ്പറുടെ തൊട്ട് മുന്നിൽ സ്ട്രൈക്കർ ഉണ്ട്. എന്നിട്ടും ആ പന്ത് വലയിലെത്തിക്കാൻ കണ്ണൂരിന് കഴിയാതെ പോകുന്നു. ഫോർസയുടെ മുന്നേറ്റമാണ്. ലെഫ്റ്റ് വിങ്ങിലാണ് പന്ത്. നല്ലൊരു ത്രോ. ശ്രീരാജാണ് ആ കോർണർ എടുക്കുന്നത്. ശ്രീരാജ് നന്നായി ഹെഡ് ചെയ്യുന്ന ഒരു താരം കൂടിയാണ്. കോർണർ വരുന്നു.
ഐ തിങ്ക് അവിടെ ഒരു ഹാൻഡ് ബോൾ അവിടെ ഉണ്ടായിരുന്നു സംശയമുണ്ട്. ഒരു ഹാൻഡ് ബോൾ ക്ലെയിം ഉണ്ട് അവിടെ. പിടിച്ചെടുക്കുന്നു വീണ്ടും ആസിയ ഗോമസ്. ആസിയറിന്റെ കണ്ണൂർ വാരിയേഴ്സ് എവിടെയാണോ ഗോൾ അടിക്കേണ്ടത്, ആരാണോ ഗോൾ അടിക്കേണ്ടത്, അഡ്രിയാൻ സാഡിനേറോ. അസിയർ ഗോമസിന്റെ ക്രോസ് അത് ഡിഫ്ലക്റ്റഡ് ആകുന്നു. അതിനുവേണ്ടി കയ്യിൽ തട്ടി പെനാൽറ്റി ക്ലെയിം നടത്തുന്നു. അതിനിടയിൽ ആ പന്ത് പെനാൽറ്റി ബോക്സിന്റെ നടുവിലേക്ക് വന്ന് വീഴുന്നു. ഓടിയെത്തിയ അഡ്രിയാൻ സാഡിനേറോ ഞൊടിയിടയിൽ ആ പന്തിനെ തട്ടിപ്പുലക്കൊക്കെ താക്കുന്നു. കേരളം ആരാധിക്കുന്ന മറ്റൊരു അഡ്രിയാൻ, ഗാലറിയിൽ അദ്ദേഹത്തിന്റെ ജേഴ്സി. ആൻഡ് ഇവിടെ അഡ്രിയാൻ സാഡിനേറോയ്ക്ക് അനായാസം രണ്ടാമത്തെ ഗോൾ നേടാൻ കഴിയുമായിരുന്നു. ഫ്രീ ഹെഡർ. സോ കണ്ണൂർ ബാക്ക് ടു ബാക്ക് അറ്റാക്സ് ആണ് വരുന്നത്. അഡ്രിയാൻ സാഡിനേറോ ഒരു ഓവർ. എബിൻ ദാസ് ആ പന്ത് എബിൻ റിസീവ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ടൈം ഒരു അക്രോബാറ്റിക് ഷോട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതാണ്. സോ കണ്ണൂർ വാരിയേഴ്സ് ഒരു വിജയം കൊണ്ട് ആദ്യ മത്സരം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ആദ്യ മത്സരം കണ്ണൂർ വാരിയേഴ്സ് കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്നു. ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. എറണാകുളത്തെ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ മാച്ച് നമ്പർ 9 ഫോർസ കൊച്ചിയുടെ ആദ്യ ഹോം മത്സരം. പക്ഷേ ആതിഥേയർക്ക് കൈപ്പേറിയ അനുഭവമായി മാറുന്നു. ലീഗിൽ തുടർച്ചയായ മൂന്നാമത്തെ തോൽവി നേരിട്ട ഫോർസ കൊച്ചി ഒരു പോയിന്റ് പോലും നേടാനാകാതെ 3 മത്സരങ്ങൾ കഴിയുമ്പോഴും 6ാം സ്ഥാനത്ത് തന്നെ ഏറ്റവും ഒടുവിൽ തന്നെ തുടരുമ്പോൾ കണ്ണൂർ മൂന്നാമത്തെ എവേ ഗെയിമിൽ 2ാം വിജയം നേടി 3 എവേ ഗെയിമുകളിലും അൺബീറ്റണായി തുടരാൻ കണ്ണൂരിന് സാധിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തി കണ്ണൂർ 2ാം എവേ വിജയം നേടി. പോയിന്റ് പട്ടികയിൽ 3 പോയിന്റ് കൂടെ കരസ്ഥമാക്കി 7 പോയിന്റുമായി കണ്ണൂർ പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്ക് കയറി വരുന്നു. സോ ഫുൾ ടൈം ഹിയർ ഇൻ ദ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം ഇൻ കൊച്ചി. ഇറ്റ് ഈസ് ഫോർസ കൊച്ചി 0, Kannur Warriors 1. This is Shaiju Damodaran and Pinish Kiran for you.